വേനൽക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? വേനൽക്കാലത്ത് ശരിക്കും ചൂട് കൂടുതലില്ല. അപ്പൊ നമ്മൾ ചൂടുണ്ടാക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ഒരുപാട് എരിവും പുളിയും അങ്ങനത്തെയുള്ള സാധനങ്ങൾ, സ്പൈസി ഫുഡൊക്കെ വേനൽക്കാലത്ത് ഒഴിവാക്കുന്നത് നല്ലത്. എന്നിട്ട് മധുരരസമുള്ള ആഹാരങ്ങളാണ് വേനൽക്കാലത്ത് ശീലിക്കേണ്ടത്. അതുപോലെ കുടിക്കുന്ന വെള്ളം പോലും ഓരോ ഋതുക്കളിലും വ്യത്യാസപ്പെട്ടിരിക്കണം. വേനൽക്കാലത്ത് നമ്മൾ നല്ല തണുപ്പുള്ള നാരങ്ങയോ രാമച്ചോ ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ഉപയോഗിക്കാം. പക്ഷെ മഴക്കാലത്ത് വ്യത്യാസമാണ്. മഴക്കാലത്ത് ഇതുപോലെയല്ല. മഴക്കാലത്ത് നമുക്ക് പെട്ടെന്നുള്ള ചൂട് കഴിഞ്ഞ് ഈ മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വരുന്നു, രോഗാണുക്കൾ വർദ്ധിക്കുന്നു, ചുറ്റും മലിനജലം അല്ലെ, കൊതുക് പെരുകുന്നു, ഈച്ച പെരുകുന്നു, പരിസര മലിനീകരണം എല്ലാം കൂടെ ആകുമ്പോൾ ആപ്പാട് ഭൂമിയെല്ലാം ദൂഷിച്ചിരിക്കുന്നു. നമ്മുടെ പ്രതിരോധശേഷി ഏറ്റവും കുറഞ്ഞിരിക്കുന്നു പെട്ടെന്നുള്ള ചൂടുകൾ തണുപ്പ് വന്നപ്പോൾ. അപ്പൊ പ്രത്യേകം പ്രതിരോധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആഹാരം ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം വേണം വർഷകാലത്ത് കഴിക്കാൻ. വർഷകാലത്ത് പൊതുവെ നമ്മുടെ അഗ്നി വന്ധിച്ചിരിക്കുന്നു പറയും. അപ്പൊ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം വേണം വർഷകാലത്ത് കഴിക്കാൻ. അത് തന്നെ നമ്മൾ ഈ ഇത് വർഷകാലത്തിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് നമ്മൾ പരസ്യങ്ങളൊക്കെ കാണും. ഒരുപാട് കർക്കിടകക്കഞ്ഞി കിറ്റുകൾ ആയുർവേദത്തിൽ പറയും പാനീയം പ്രാണിനാം പ്രാണി. നമ്മുടെ അപ്പം പറഞ്ഞ ശരിക്കും അതിന്റെ ഒരു ചിലരുടെ ഒരു വിചാരം കർക്കിടകക്കഞ്ഞി കുടിച്ചാൽ പിന്നെ ഒരു വർഷത്തേക്ക് വേറൊന്നും വേണ്ടെന്ന. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. ആ ധാരണ മുതലെടുത്താണ് ഈ പരസ്യക്കാരൊക്കെ ഇത് ചെയ്യുന്നത്. ശരിക്കും ഇത് വർഷകാലത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, വർഷകാലത്ത് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കണം. അപ്പൊ ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളുടെ പാകം ചെയ്ത ആഹാരം വേണം ഉപയോഗിക്കാൻ. നമ്മളിപ്പം ചുക്കുവായ്മ അങ്ങനത്തെയുള്ള ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങളും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളൊക്കെ ഇട്ട് വേണം ഭക്ഷണം പാകം ചെയ്യാൻ. കഞ്ഞി നമുക്ക് പാകം ചെയ്തെടുക്കാം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇത് ഉപയോഗിച്ച്. അല്ലാതെ ജീവിതകാലം മുഴുവൻ, അല്ലാതെ ഒരു വർഷം മുഴുവൻ പ്രതിരോധശേഷി നൽകുന്നതല്ല. വർഷകാലത്തെ ഇത് മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെ ഓരോ കാലത്തിനും യോജിച്ച ഋതുചര്യ ആയുർവേദത്തിൽ വിധിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ കുടിക്കുന്ന വെള്ളം തന്നെ മഴക്കാലമായി മാറും. ചുക്ക് ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. വേനൽക്കാലത്തോളം നാരങ്ങയോ രാമച്ചൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചെങ്കിൽ ഇവിടെ മഴക്കാലമാകുമ്പോൾ മുത്തങ്ങയും ചുക്കിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. നമുക്കറിയാം, നമ്മൾ ഏതിനും ഈ ആന്റിബയോട്ടിക് കഴിക്കുക. ആന്റിബയോട്ടിക്കിന്റെ അതിപ്രസരമാണ് അല്ലേ. നമ്മൾ ഒരു ജലദോഷം വന്നാൽ ഇച്ചിരി ചുക്ക്, നമ്മൾ പണ്ട് ചുക്കും തുളസി കുരുമുളകൊക്കെ വെള്ളം കാപ്പി തിളപ്പിച്ച് കുടിക്കായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും ആന്റിബയോട്ടിക് കഴിച്ച് ആന്റിബയോട്ടിക്കിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ രോഗാണുക്കളൊക്കെ, മിക്കവാറും രോഗാണുക്കളെല്ലാം ഈ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ അതിജീവനശേഷി നേടി, പ്രതിരോധശേഷി നേടി. നമ്മള് പ്രതിരോധശേഷി നേടാൻ മടിച്ചിരിക്കുമ്പോൾ വൈറസുകൾ ഉണ്ടായില്ല, അവര് പ്രതിരോധശേഷി നേടുക. ഒരു ആന്റിബയോട്ടിക് കണ്ടെത്തുമ്പോൾ ഇതിന്റെ രൂപം മാറണം, വൈറസിന്റെ രൂപം മാറി ഇതിനെ പ്രതിരോധിക്കുന്ന ഇതായിട്ട് വരികയാണ്. ശരിക്കും ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശക്തി വർദ്ധിച്ചു വരികയാണ് ഈ ബാക്ടീരിയകൾക്കൊക്കെ. അപ്പൊ അതനുസരിച്ച് പണ്ടത്തെ വില കുറഞ്ഞ ആന്റിബയോട്ടിക്കുകൾ ഒന്നും ഇപ്പം വലിക്കുന്നില്ല മിക്ക രോഗങ്ങൾക്കും. എല്ലാത്തിനും അപ്പൊ വില കൂടി ആന്റിബയോട്ടിക് വില കൂടി ആന്റിബയോട്ടിക് ഉപയോഗിക്കുക. ആന്റിബയോട്ടിക്കുകൾ അമിതോപയോഗം കൊണ്ട് നമ്മുടെ ശരീര കോശങ്ങൾക്ക് തന്നെയാണ് ദോഷം സംഭവിക്കുന്നത് ഒരുപാട്.